എറണാകുളത്ത് ആഡംബര വാഹനം ഇറക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പരാതിയുമായി കുടുംബം രംഗത്ത് വരികയാണ്. വാഹനം ഓടിച്ച ആൾക്ക് മതിയായ പരിചയമുണ്ടോ എന്ന് അറിയില്ല എന്ന് സംഭവത്തിന് ശേഷം പോലീസ് കുടുംബത്തെ ബന്ധപ്പെട്ടില്ല എന്ന് ഭാര്യ ഷെൽമ റോഷൻ പറഞ്ഞു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നത് വ്യക്തമാകുന്നു. ഒരു കുടുംബത്തിന്റെ ആകെ അത്താണിയാണ് നഷ്ടമായത്. വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു പ്രകാശിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ഷെൽമ റോഷന്റെ ഭാര്യ നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ഷെൽമ, കണ്ടിരിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണിത്. ഇപ്പോൾ എനിക്കൊരു അപകടം പറ്റിയാൽ എൻ്റെ കുടുംബം, എൻ്റെ ഉറ്റവർ എങ്ങനെ പ്രതികരിക്കും എന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അതുപോലെ തന്നെയാണ് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഉറ്റവരുടെയും അവസ്ഥ. ആ ഘട്ടത്തിൽ ഇങ്ങനെ ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതേസമയം തന്നെ കുടുംബത്തിൻ്റെ പരാതി, ആ പരാതിയിൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകണമല്ലോ. അതാണല്ലോ നിങ്ങളും ആഗ്രഹിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, ആർക്കാണ് വീഴ്ച പറ്റിയത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത്. അന്ന് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പിന്നാലെയാണോ ഇങ്ങനൊരു വാർത്ത മനസ്സിലാക്കി ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന ഞെട്ടിക്കുന്ന വിവരം നിങ്ങൾ അറിയുന്നത്? രാവിലെ വൈകിട്ട് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 10:15 ആയപ്പോൾ ഫോൺ വന്നു. അങ്ങനെയാണ് പോയത്. സാധാരണ നിലയിൽ ഇങ്ങനെയാണോ? ഈ ജോലിയുടെ സ്വഭാവം ഇങ്ങനെയാണോ? പോവാറുള്ളതാണ് ഇടയ്ക്ക് ഇങ്ങനെ. ഇപ്പോൾ രാത്രിയിൽ ഫോൺ വരുന്നു, വേഗത്തിൽ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾ സ്വാഭാവികമായും വളരെ വേഗത്തിൽ തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ അങ്ങയുടെ പ്രതികരണം ഞാൻ കണ്ടപ്പോൾ പിന്നീട് കോളിംഗ് ബെല്ലടിക്കുന്നു. അദ്ദേഹം എത്തിയെന്ന് വിചാരിച്ചുകൊണ്ടാണ് വാതിൽ തുറക്കുന്നത്. അപ്പോൾ സഹപ്രവർത്തകരായ ആളുകളാണ് അപകടം പറ്റിയെന്ന് അറിയിക്കുന്നു. പിന്നാലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നില്ലേ? അപ്പോഴല്ലേ ഈ സംഭവം അറിയുന്നത്? ഇത് കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അപ്പോൾ തന്നെ അറിയിച്ചിരുന്നു, അതോ ഈ സഹപ്രവർത്തകർ അപകടം പറ്റിയെന്ന വിവരം അറിയിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു? അതെ, കൂടെ വർക്ക് ചെയ്യുന്നവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അപകടം പറ്റിയെന്ന് പറഞ്ഞു. എന്ത് അപകടമാണ് എന്ന് ഇതിന് ശേഷം ഈ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ടോ? പോലീസ് ബന്ധപ്പെട്ടിരുന്നോ? കമ്പനിയുടെ സൈഡിൽ നിന്ന് എല്ലാവരും വന്ന് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പോലീസ് ഞങ്ങളോട് എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത് കൃത്യമായല്ല എന്നൊരു തോന്നലുണ്ടോ? ഇപ്പോൾ പോലീസ് താങ്കളിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ല, അല്ലെ താങ്കളോട് കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്തായിരിക്കും പോലീസിൻ്റെ അന്വേഷണം സ്വാഭാവികമായി കേന്ദ്രീകരിക്കപ്പെടുക. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ കുടുംബത്തെ അറിയിക്കാത്തതിൻ്റെ ഒരു പരാതിയുണ്ടോ? അങ്ങനെ ഒരു വിഷമമുണ്ടോ? അതിൽ എൻ്റെ അടുത്ത് അന്വേഷണങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് പോലീസുകാരും ആരും ഈ വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഒരിതും പോകാറില്ല. അപ്പോൾ ഇവിടെ ആരും വന്നിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തതയുണ്ടോ? ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ കമ്പനിയുടെ പ്രതിനിധികൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. സഹപ്രവർത്തകർ വീട്ടിലേക്ക് എത്തിയിരുന്നു. സഹപ്രവർത്തകരെ സംബന്ധിച്ചും വളരെ വിഷമകരമായൊരു സാഹചര്യമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇനി ഏത് തരത്തിൽ അന്വേഷണം വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കുടുംബം? ഇപ്പോൾ ന്യൂസിലൊക്കെ കണ്ടത് ഈ ഓടിച്ചാക്ക് അത് കൈകാര്യം ചെയ്യാൻ ശരിയായ രീതിയിൽ അറിയില്ല എന്നുള്ള രീതിയിലാണ് കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CITUവിൻ്റെ ഒരു നേതാവ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അതിഥിയായിരുന്നു. അദ്ദേഹം പറയുന്നത് CITU അങ്ങനെ ഈ ഷോറൂമുകളിൽ വാഹനങ്ങൾ എത്തിക്കുമ്പോഴുള്ള ജോലി ചെയ്യാറില്ല. CITU മാത്രം മറ്റ് തൊഴിലാളി സംഘങ്ങൾ, അങ്ങനെ ഞാനൊരു പ്രത്യേകമായിട്ട് തൊഴിലാളി സംഘടനയെ പറ്റി പറഞ്ഞതല്ല. അങ്ങനെ തൊഴിലാളികൾ സാധാരണ നിലയിൽ ഇറക്കുന്നൊരു ജോലിയല്ല ഇത്, മറ്റുള്ളവരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. അവിടെ ആരാണിത് കൈകാര്യം ചെയ്തത്? കാരണം വളരെ വൈദഗ്ധ്യം ആവശ്യമാണ് എന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ഈ ഷോറൂമുമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനം അത് പിന്നിലേക്ക് ഇറക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. അത് ചെയ്തത് ആരാണ് എന്നത് വ്യക്തമായിട്ടുണ്ടോ? ആരുടെ പിഴവാണ് എന്നത് വ്യക്തമാകുന്നുണ്ടോ? ആ വണ്ടി ഓടിച്ച ആളുടെ പേര് മാത്രമേ ഞാൻ എന്തിലും കണ്ടിട്ടുള്ളൂ. വേറൊരു ഡീറ്റെയിൽസും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ന്യൂസിലാണെങ്കിലും ഒന്നിലാണ്, ഏജ് പോലും അറിഞ്ഞിട്ടില്ല. അയാളുടെ അഡ്രസ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത്.
ഈ പേര് കേട്ടിട്ട് സാധാരണ ഈ റോഷൻ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ടോ, അതോ മറ്റാരെങ്കിലും ഈ ജോലി ചെയ്യുന്നുണ്ടോ? അങ്ങനെ വൈദഗ്ധ്യം ഇല്ലാത്ത ഒരാൾ ഈ ജോലി ചെയ്തു, അങ്ങനെ ഒരു വീഴ്ച ഈ വാഹനം ഓടിച്ച ആൾക്കും മാത്രമല്ല അതിനെ ചുമതലപ്പെടുത്തിയ ആളുകൾക്കും പറ്റിയെന്ന് താങ്കളും കുടുംബവും കരുതുന്നുണ്ടോ? വാഹനം ഓടിച്ച ആളുടെ മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പ്രോപ്പറായിട്ട് അത് ഡീൽ ചെയ്യാൻ അറിയാൻ പറ്റാഞ്ഞിട്ടായിരിക്കണം. ഇത്തരം പ്രധാനപ്പെട്ട ഇങ്ങനെ റിസ്ക് ഉള്ള ജോലികൾ അതേൽപ്പിക്കുമ്പോൾ സാധാരണ അങ്ങനെ വൈദഗ്ധ്യമുള്ള ആളുകളെയല്ലേ ഈ കമ്പനിയൊക്കെ നിശ്ചയിക്കേണ്ടത്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ സാധാരണ നിലയിൽ, ഇപ്പോൾ ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും ഒക്കെ വിചാരിക്കുക, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിലും വിചാരിക്കുക, അങ്ങനെ ഒരു ക്രമീകരണം ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പോലീസുകാർ നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവർ തന്നെയാണ് ഇറക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ കമ്പനി പ്രതിനിധികളാണോ ഈ മറുപടി നൽകുന്നത്? എന്താണ് ആ മറുപടി? എന്താണ്? കമ്പനി പ്രതിനിധിയല്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇത് ആരാണ് ഇതൊക്കെ ചെയ്യാനത് രാത്രി പോകുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അവിടെ പോയി തിന്നാൽ മതി, നോക്കിയാൽ മതി, അവർ തന്നെ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഈ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്, കമ്പനി പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നതാണോ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പരാതി? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പരാതി ഇല്ല. അവർ പ്രോപ്പറായിട്ട് വന്ന് അന്വേഷിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, വരുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ വൈദഗ്ധ്യമില്ല, പറഞ്ഞിട്ടില്ല. ഈ വൈദഗ്ധ്യമില്ലാത്ത ആളെ അല്ലെങ്കിൽ ഈ വാഹനം അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളെ ചുമതലപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴങ്ങനെയാണല്ലോ ഈ അപകടം, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ആ ശ്രദ്ധക്കുറവ് കൊണ്ടാണെന്നല്ലേ നമ്മൾ സാധാരണ നിലയിൽ കാണുക. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. റോഷൻ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? 3 വർഷം. മറ്റ് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുടുംബം ഒരു പരാതിയുമായി രംഗത്ത് വരികയാണ്. വേണ്ട തരത്തിലുള്ള ഗൗരവതരമായ അന്വേഷണം ഉണ്ടായില്ല എന്നാണ് ഞങ്ങൾക്കും അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, ഈ വാർത്ത വായിക്കുമ്പോൾ, പ്രതികരണങ്ങൾ കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. ആ ഗൗരവത്തിലൊരു അന്വേഷണം ഉണ്ടാകണമെന്നതല്ലേ കുടുംബം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായെങ്കിൽ ഇപ്പോൾ നമുക്ക് അപരിഹാര്യമായൊരു നഷ്ടമാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വാഹനം ഇറക്കുന്ന ആളുകൾക്ക് വൈദഗ്ധ്യം അത്യാവശ്യമാണ്. അങ്ങനെ വൈദഗ്ധ്യം വേണ്ടതില്ല, ആരെങ്കിലും വണ്ടി ഇറക്കിയാൽ മതി, ആരെങ്കിലും ഇത് ഡെലിവർ ചെയ്താൽ മതി എന്നൊരു സ്ഥിതി ഉണ്ടോ എന്ന സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനി പ്രതികളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ, കമ്പനിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത്. പോലീസ് അക്കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പോലീസ് അത്യാവശ്യത്തിൽ ഗൗരവത്തിൽ അന്വേഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അന്വേഷിക്കണമല്ലോ, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. കമ്പനി പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടോട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർ പ്രോപ്പറായിട്ട് ഇവിടെ വന്ന് അന്വേഷിക്കുകയും എല്ലാം തിരക്കുകയും ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അവർ തിരക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് തന്നെ അനൗചിത്യമാണ്. എന്നാലും കുടുംബത്തിന് ഇങ്ങനൊരു പരാതിയുണ്ട്. കുടുംബത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിലും എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്ന ഗൗരവമുള്ളത് കൊണ്ടാണ് താങ്കളോട് ഇത്രയും കാര്യങ്ങളൊന്ന് ആരായാൻ ശ്രമിച്ചത്. കമ്പനിയുടെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആഡംബര വാഹനം ഇറക്കുന്നതിനിടയിൽ ഇങ്ങനെ അപകടമുണ്ടായി, ഒരു ജീവൻ നഷ്ടമായി. കൂടുതൽ ജീവൻ നഷ്ടമാകാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത പല മേഖലയിലുമാണ് ഇത്തരം അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നത് സമീപകാലത്ത് കാണുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് താങ്കളുമായി ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. CCTV ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ തന്നെ വളരെ തെളിവായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായ നിയമ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. വിഷ്ണുപ്രകാശ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നന്ദി ഷെൽമ റോഷൻ, ഈ ദുഃഖ ഘട്ടത്തിലും ഇത്രയും കാര്യങ്ങളൊന്ന് പരാമർശിച്ചു പോയതിന്. വിഷ്ണുപ്രകാശ്, പോലീസിൻ്റെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു?
രതീഷ്, ഇപ്പോൾ പോലീസ് നിലവിൽ ഒരു FIR ഇട്ടിട്ടുണ്ട്. ഇതിൽ ഈ CITU തൊഴിലാളിയായിട്ടുള്ള വാഹനമിറക്കിയ അൻഷാദ് എന്ന ആൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസ് എടുത്തിട്ടുമുണ്ട്. ഇന്നലെ നമ്മുടെ പ്രതിനിധി ശ്യാം പ്രസാദ് ഇത്തരത്തിലെ ഒരു വെഹിക്കിൾ ഉദ്യോഗസ്ഥനായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും പങ്കുവെക്കുന്നത് ഇത് മനുഷ്യന്റെ തെറ്റുകൊണ്ടുണ്ടായ ഒരു അപകടമാണ്. ആ തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ഒരു അന്വേഷണം പോകുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത വാഹനമായതിനാൽ തന്നെ ഇതൊരു ഗുഡ്സ് ആയിട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ. അപ്പോൾ ഈ വാഹനം ഓടിച്ച് ഇറക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അതാണ് ഇതിലൊരു ഘടകമായി വരിക. പക്ഷേ ഇൻഷുറൻസ് അടക്കമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിലോട്ട് കടക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഗുഡ്സായി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ തന്നെ ഇതിനെ ചരക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇതിനെ പരിഗണിക്കുക. അത്തരത്തിൽ മറ്റുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സഹായങ്ങളോ ഒന്നും ലഭിക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു വസ്തുത. എന്നാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ റോഷൻ ജോലി ചെയ്തിരുന്ന കമ്പനി, ആ കമ്പനിയും ഇവരെ സഹായിക്കുന്ന ഘട്ടത്തിലേക്ക് എല്ലാം എത്തിയാൽ അത്തരത്തിലൊരു സഹായം മാത്രമാണ് ഇനിയിപ്പോൾ ലഭിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഈ കയറ്റിറക്ക് ജോലി ഉൾപ്പെടെ നമ്മുടെ തൊഴിലിടങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടാണ് CITU ഉൾപ്പെടെ ATUs ഉൾപ്പെടെ INTUC ഉൾപ്പെടെ BMSന്റെ തൊഴിലാളികൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. അവരുടെ ശാരീരിക അധ്വാനത്തെ ഒന്നും നമുക്ക് നിസ്സാരമായി കാണാനും കഴിയില്ല. അതേസമയം കഴിഞ്ഞ ദിവസം CITU നേതാവ് ശ്രീ മണിശങ്കറിന്റെ ഭാഗത്തുണ്ടായ പ്രതികരണം എന്നത് CITU അങ്ങനെ ഒരു ജോലി ചെയ്യുന്നില്ല, CITUവിൻ്റെ പേരിൽ മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അറിയില്ല, അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. ഇതിപ്പോൾ CITU തൊഴിലാളിയാണ് അറസ്റ്റിലായത് എന്താണോ പോലീസ് സ്ഥിരീകരിക്കുന്ന വിവരം? എങ്ങനെയാണ് ഈ അംഗീകൃത തൊഴിലാളി സംഘടനകൾ അംഗീകൃതമല്ലാത്ത ജോലി ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. നമുക്ക് മനസ്സിലാവുന്നത് ഈ CITU തന്നെയുള്ള ഈ വാഹനം ഇറക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആ ഒരു സംഘടനയിലെ പ്രവർത്തകരാണ് ഈ വാഹനം ഇറക്കിയത് എന്നാണ് നമുക്ക് ഒരു അന്വേഷണത്തിൽ മനസ്സിലാകുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സംഘടനയിൽപ്പെട്ട ആളുകൾ, കാരണം നേരത്തെ ഇപ്പോൾ റോഷന്റെ ഭാര്യ സൂചിപ്പിച്ചത് പ്രകാരം ഇവർ സ്ഥിരമായി ഇത്തരത്തിലുള്ള ഈ ഒരു സംഘടനയിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ വാഹനം പതിവായി എത്തുമ്പോൾ ഇറക്കാറുള്ളത്. അത് പ്രകാരമാണ് ഈ വാഹനങ്ങൾ ഇറക്കുന്ന വിവരം റോഷനെ ധരിപ്പിക്കാറുമുള്ളത് എന്ന് അവർ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായി ഇത്തരത്തിൽ വാഹനം ഇറക്കുന്നത് ഈ ഒരു സംഘടനയിൽപ്പെട്ട ആളുകളാണ്. ഈ വാഹനം ഇറക്കാൻ വേണ്ടി മാത്രം ഇതിനായി തന്നെ ഒരു CITUവിൻ്റെ തന്നെ ഉള്ള ഒരു സംഘടന, ഈ എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടാവും. അതിൽ CITUവിൽപ്പെട്ട സംഘടനയിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഈ വാഹനം ഇറക്കിയത്. ആ വാഹനം ഇറക്കിയ അൻഷാദ് എന്ന ആൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില മേഖലകളുണ്ട് തൊഴിലിടങ്ങളിൽ എന്നതുകൂടി വ്യക്തമാക്കുന്ന ഒരു അപകടമാണ്. തൊഴിലാളി സംഘടനകൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല ഇത്, ഞങ്ങൾ അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട വിഭാഗങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അഫിലിയേറ്റ് ചെയ്യപ്പെടാതെ തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ തൊഴിലാളി കൂട്ടമുണ്ട്. അപ്പോൾ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന കാര്യത്തിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ കൂടി അത്തരം സംഘടനകളുടെ ഭാഗമായി അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ പാലിക്കേണ്ട സാമാന്യ മര്യാദയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു യുവാവിനാണ് ജീവൻ നഷ്ടമായത്. ഇത്തരം സമാനമായ അപകടങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ പുതിയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ ഉൾപ്പെടെ ഇപ്പോൾ പുതിയ വാഹനങ്ങളുടെ മാത്രമല്ല അത്തരം വാഹനങ്ങൾ ഡീൽ ചെയ്യുന്ന ഷോറൂമുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അപകടരഹിതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്, തൊഴിലാളി സംഘടനകൾക്കുണ്ട്. മാത്രമല്ല ഇപ്പോൾ കൊല്ലപ്പെട്ട റോഷന്റെ കുടുംബത്തിന് നീതി നൽകുക എന്ന സാമാന്യമായൊരു മര്യാദയും സാമൂഹ്യ നീതിയും ഉണ്ട്. അക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകും ഈ അന്വേഷണത്തിലൂടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകി.